ഹായ് ഗൈസ്, ഇത് നമ്മൾ കൊട്ടയും വെട്ടിയൊക്കെ ആയിട്ട് എങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ കോവയ്ക്ക പറിക്കാനാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക മഴയായതുകൊണ്ട് കുറേ കോവയ്ക്ക എടുക്കുന്നുണ്ട്. ടെറസിൽ കയറാൻ പറ്റില്ലാത്തതുകൊണ്ട് ഈ കോവയ്ക്ക പറിക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് ദിവസമായി നമ്മൾ കോവയ്ക്ക പറിച്ചിട്ട് തേങ്ങ ചെടി. ഗൈസ്, ഞാൻ കോവയ്ക്ക കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കോവയ്ക്ക. ഇങ്ങനെ മുകളിലേക്ക് ഇതേ നമ്മൾ പടർത്തി വിട്ടേക്കാണ് കോവയ്ക്ക. അതെ, ഇവിടെ 1-2 കിടക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ മുകളിലാണ്. അപ്പോൾ നമുക്ക് മുകളിൽ പോവാം. മുകളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം മഴ പെയ്തുകൊണ്ട് ആകെ തെന്നി കിടക്കുകയാണ്. അപ്പോൾ ദേ നമ്മൾ മുകളിലെത്തിയപ്പോൾ അമ്മ ഇവിടെ ഉണ്ട്. ദേ മാങ്ങ പറിക്കുകയാണ് കേട്ടോ. മാങ്ങ പഴുത്ത മാങ്ങയുണ്ട്, അതുപോലെ പച്ചമാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അച്ചാറിടാനായിട്ടാണ് ദേ അവനവിടെ വാനറിനെ പോലെ നിൽക്കുന്നുണ്ട്. കുറേ മാങ്ങ ദേ താഴേക്കും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കോവയ്ക്കയുടെ അങ്ങോട്ടേക്ക് പോവാം. ഞാൻ കുറച്ച് മുന്നേ പറിച്ചിട്ട് കുറച്ച് കോവയ്ക്കാണ് കേട്ടോ. ഈ അമ്മ മാങ്ങയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കേട്ടോ നമ്മൾ. അപ്പോൾ ഈ നമ്മൾ കോവയ്ക്കയുടെ അടുത്ത് വന്നേക്കാണ്. കുറേ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. മഴയത്ത് ഇങ്ങനെ കുറേ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ കോവയ്ക്കുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറിച്ചെടുക്കാം. ആദ്യം കോവയ്ക്കയുടെ ഉള്ളിലേക്ക് കയറാം. കുറേ കോവയ്ക്കുണ്ട്, നമുക്ക് പറിക്കാം. കണ്ടത് ഈ കുറേ കോവയ്ക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചന്ദനമഴ സീരിയലിൽ അഭിനയിച്ച മേഘന ചേച്ചിയുടെ ഒരു വ്ലോഗ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഇങ്ങനെ പറിക്കണതൊക്കെ കണ്ടു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നു കേട്ടോ. കുറേ കോവയ്ക്കുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വലുതാവണ കോവയ്ക്കാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ കോവയ്ക്കല്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഉണ്ട പരുവത്തിലായി കഴിഞ്ഞാൽ എന്താ പറയുക, ചുവന്ന് ഉള്ളിൽ. പക്ഷെ എനിക്ക് ചുവന്നത് അത്ര ഇഷ്ടമല്ല. കണ്ടു, ഇത് ഇപ്പോൾ പാകമായിട്ടുള്ളതാണ്. കണ്ടു, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുകയാണ് കേട്ടോ. അത് ഈ കിടക്കുന്നു ഒരു ഉണ്ട. കാരണം ഇത്രയും വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളൊക്കെ ചുവന്നിരിക്കുകയായിരിക്കും. പിന്നെ ചിലതുങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അത്ര ചുമന്നിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. ഇതേ കിടക്കുന്നു. പിന്നെ ഇവിടെ ഇതേ 1-2 ചുവന്നത് ചാടിപ്പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസമായി ഫുൾ മഴയായതുകൊണ്ട് ഇങ്ങോട്ട് കയറാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുൾ തെന്നിക്കിടക്കല്ലേ, അതുകൊണ്ട്. ഇതുപോലെയാണ് കേട്ടോ കോവയ്ക്ക പടർന്ന് കയറിയേക്കുന്നത്. ഇവിടെ താഴേക്ക് നോക്കാനായിട്ട് നല്ല രസമൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ നമ്മളിതിപ്പോൾ ഇതിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാം നമുക്ക്. വലിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ടെറസിലാകെ മാവേന്നുള്ള മാങ്ങയുടെ ഇലയൊക്കെ ചാടിയിട്ട് അപ്പടി ഷോക്കായിട്ട് ഇരിക്കുകയാണ്. ഞാൻ വേറെ ഒരാൾ കാണിച്ചു തരാം. അതെൻ്റെ അനിയനാണ്. മാങ്ങ പറിക്കണമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. ഇത്ര നേരം അമ്മ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ പറിച്ചിട്ട് ഇപ്പോൾ കുറേ എണ്ണം ഇങ്ങോട്ട് ചാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊട്ടയിൽ ഒരു മാങ്ങയുണ്ട് കേട്ടോ. അമ്മ തന്നിട്ടോ ഇതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി താഴത്തെ ഇതിൽ പോയി നോക്കാം. മഴയൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാരണം പാടത്തും തോട്ടിലൊക്കെ നിറയെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് നോക്കൂ, കണ്ടോ, അത് കുത്ത് നല്ല ഇതാണ്. പക്ഷെ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ആകെ തെറിച്ച് കിടക്കുകയാണ്. അപ്പോൾ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കോവയ്ക്കയുടെ ബാക്കി ഇവിടെയാണ് കേട്ടോ. ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, മഴയത്ത് തെന്നിക്കിടക്കുകയാണ്. അപ്പോൾ പയ്യെ കാലൊക്കെ വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ വന്നിട്ടാ നമ്മൾ കൂടിൻ്റെ ഉള്ളിയിട്ട് കയറുകയാണ്. അപ്പോൾ താഴെ നോക്കി ഇഷ്ടംപോലെ കോവയ്ക്ക കിടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും പൊറ്റൊന്നും കാണുന്നില്ല, നമുക്ക് നോക്കാം. ഞാൻ ട്രാപ്പായിരിക്കുകയാണ്. കോവയ്ക്കയുടെ ഉള്ളിലാണ്, ചുറ്റിനും കോവലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഐഡിയ ആണ് കേട്ടോ. ഇത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോവലിൻ്റെ തണ്ടാണ്. അപ്പോൾ ഒരു കുഞ്ഞു തണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു തണ്ട് മുറിച്ച് നട്ടിട്ടാണ് ഇത് ഇത്രയും വലിയൊരു കോവ ചെടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്ന്. നമ്മുടെ മുകളിൽ ഒരെണ്ണം കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ, കാണാമോ, നിറയെ വെള്ളമാണ് കേട്ടോ. കോവയ്ക്ക് കിട്ടി, നമുക്ക് നോക്കാം. ഞാൻ മുഴുപ്പിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ കിടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലാണ് കാണാൻ പറ്റുള്ളൂ. അയ്യോ, ചീഞ്ഞൊക്കെ ചാടിപ്പോയിരുന്നു ഈ നെത്തിയടി. അപ്പോൾ നമ്മൾ പറിച്ചപ്പോൾ ചാടി പോകുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കയറാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വാടി പോകുന്നതാണ്. ഇപ്പോൾ 2 കിട്ടി നമുക്ക് ഇവിടുന്ന്. ബാക്കി നോക്കാം. പറഞ്ഞാൽ ഇതിൽ കോവൽ മാത്രമല്ല കേട്ടോ, ഇതിൽ മറ്റേ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി കൂടി കയറി പോന്നിട്ടുണ്ട്. അതാണ് ഇത്ര ഇതായിട്ട് നിൽക്കുന്നത്. ഇതിങ്ങടേക്ക് വരുമ്പോൾ കുറച്ച് കോവയ്ക്ക് കിടക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഉണ്ട കോവയ്ക്കാണേ. സാധാരണ നമ്മുടെ നോർമൽ കോവയ്ക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമലല്ല കേട്ടോ.
ഈ കിടക്കുന്നു. പിന്നെ ഈ ഒരു കോവയ്ക്കയുടെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മതി നമുക്ക് കറി കൂട്ടാനായിട്ട്, ഒലുത്താൻ, തോരൻ വെക്കാനായിട്ടേ. അപ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കുക. കണ്ട ഉണ്ട തക്കാളി, പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, ഉണ്ട തക്കാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ പാട്ട് എനിക്ക് ഓർമ്മ വരുവാണ്. അപ്പോൾ നമുക്ക് പിടിക്കാൻ സ്ഥലമില്ല. ഇത്രയും കോവയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇത് മുകളിൽ നിന്ന് മാത്രം കിട്ടിയ കോവയ്ക്കാണ്. നമുക്കിനി താഴേക്ക് ഒന്ന് പോയി നോക്കാം. എൻ്റെ കോലം കണ്ടില്ലേ, അത് നനഞ്ഞ് ആകെ ശോകമായിട്ടോ. രാവിലെ ഞാൻ തല നനച്ച് കുളിച്ചതാണ്. ഇപ്പോൾ കോവയ്ക്കയുടെ ആ ചെടിയുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ആകെ ശോകമായി. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ താഴേക്ക് നോക്കാം. ഇരിക്കാൻ പിടിച്ചുകൊണ്ട് നമ്മളിത് പയ്യെ ഇറങ്ങണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, തെന്നി കിടക്കുകയാണ്. ഇത് എവിടെയാണ് നമ്മൾ കയറുന്നത്. ഇപ്പോൾ താഴെ വന്നപ്പോൾ തക്കടുമുണ്ട മാത്രം കിടക്കുന്നുണ്ട്. ഇത് ഇപ്പം മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ചെടിയൊക്കെ ചീഞ്ഞു തുടങ്ങി. ഇത് അടിയിൽ കുറേ പുഴുക്കളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്വർണ്ണാട്ടാന്നാണ് ഇതിൽ നമ്മുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്? അപ്പോൾ അങ്ങനെ കുറേ അട്ടകളെയൊക്കെ നമ്മൾ കണ്ടു. കോവയ്ക്ക ഇത് പിന്നെ മഴ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെയാണ് കേട്ടോ ഡ്രസ്സൊക്കെ അലക്കിയിടുന്നത്. അപ്പോൾ ഇത്രയും കോവയ്ക്ക ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അല്ല ഇവിടെയുണ്ട്. ഈ കിടക്കുന്നു, നമുക്ക് പറിക്കാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കോവയ്ക്ക പറിക്കാൻ പോവായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഇനിയും നല്ല വ്ളോഗായിട്ട് നമുക്കിവിടെ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.